സ്കൂൾ കലോത്സവങ്ങൾ ഒരു കലാസ്വാദന വേദി എന്നതിനപ്പുറം വിവാദ വേദികളായി മാറാറാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുക്കുമ്പോഴാണ് ഇത് വിവാദങ്ങളിലേക്ക് വഴിവെക്കാറുള്ളത്. ന്യൂനപക്ഷങ്ങൾ പങ്കെടുക്കുന്ന തുള്ളൽ കലാരൂപങ്ങളിൽ പിൻപാട്ടുകാരനായി അധ്യാപകനിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാർക്ക് വീഴുന്നത് കുട്ടിക്കല്ല, അധ്യാപകനാണ്. ഇതിന് പ്രധാന കാരണം ഈ പിൻപാട്ടുകാരനായിരിക്കുന്ന അധ്യാപകൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും ജഡ്ജിംഗ് പാനലിലും ഉള്ളത്. ഇത് വളരെ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കലാമണ്ഡലം പ്രഭാകരൻ മാഷാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. നമസ്കാരം മാഷേ. നമസ്തേ. ഇത് ഇത്രയും നാൾ ഒരു കുട്ടി ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുന്നു, കുട്ടിയെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പിൻപാട്ടുകാരനായിട്ട് വന്നിരിക്കുന്നു. ഈ അധ്യാപകൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും ജഡ്ജിംഗ് പാനലിലും ഉള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു എഫേർട്ട് പാഴായി പോകുകയാണ്. ചായ്വ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു അത് ശ്രദ്ധിക്കേണ്ടത് ഈ ജഡ്ജിമാർ തന്നെയാണ്. ജഡ്ജായിട്ട് നോമിനേഷൻ വരുമ്പോൾ തന്നെ അവർ പറയണം, ഞങ്ങൾ ഈ മത്സരത്തിൽ എൻ്റെ വളരെ അവർക്കറിയുമല്ലോ. സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ മത്സരത്തിന് മുമ്പേ അതിൽ അന്വേഷണം നടത്തിയിട്ട് ആ ജഡ്ജിയെ ഒഴിവാക്കേണ്ടതാണ്. ഓട്ടൻ തുള്ളലിൽ പിൻപാട്ടുകാരനായിട്ട് ഈ പഠിപ്പിച്ച ആശാൻ തന്നെ വന്ന് ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിച്ചെടുക്കാൻ സാധ്യമല്ല ഇത്? തുള്ളലിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇത് മനോധർമ്മമുള്ള കലയാണ്. ആ കലാകാരൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗത്ത് കാണുന്ന ആൾക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോൾ അവൻ ഒക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം തുള്ളൽക്കാരനുണ്ട്. വരി മാറ്റി ചിലപ്പോൾ പാടേണ്ടി വരും. അന്നേരം ഈ പുതിയ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. മാഷെന്നെ പഠിപ്പിച്ച ഒരു ശിഷ്യനാണ് ജർമ്മനിയിൽ നിന്ന് വന്ന ഹാരി എന്ന് പറഞ്ഞത്. ഒരു വിദേശിയെ നമ്മുടെ കല്യാണ സൗഗന്ധികമൊക്കെ പഠിപ്പിച്ചെടുക്കുക, നൃത്തച്ചുവടുകളൊക്കെ പഠിപ്പിച്ചെടുക്കുക അതിന് അത്രമേൽ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അതിൻ്റെ പകുതി സമയം പോലും വേണ്ടല്ലോ ഈ പാട്ടുകളൊക്കെ പഠിച്ചെടുക്കാനൊക്കെ. ഇത് ഒരു നല്ല ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും തലേ ദിവസം ഉണ്ടാവുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ തലേ ദിവസം തുള്ളൽ അവതരിപ്പിച്ച ആളെ കൂടെ പാടിയ അതേ ആളായിരിക്കും ഇവിടെ പിറ്റേ ദിവസം. ഈ 4-ാം തീയതി മത്സരമാണെങ്കിൽ 3-ാം തീയതി ഒന്നിച്ച് സ്റ്റേജിൽ വന്നാൾ പലപ്പോഴും ഒന്നിച്ച് അവിടെ കഴിഞ്ഞിട്ട് ഒരേ കാറിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരാൾ ജഡ്ജിയും ഒരാൾ പാർട്ടിസിപ്പേഷനായിട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരു പാട്ടുകാരൻ, മൃദംഗക്കാരൻ വേണമെന്നില്ല, പാട്ടുകാരൻ. അപ്പോൾ ആശാനെ തിരിച്ചറിയില്ലല്ലോ. പക്ഷേ ഈ നങ്ങ്യാർ കൂത്തിൽ നങ്ങ്യാരമ്മ വേദിയുടെ മുന്നിൽ വന്നിരുന്ന് പാടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. ഇത് പലപ്പോഴും ഈ പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ അവതരിപ്പിക്കുന്ന കുട്ടിയുടെ അധ്യാപിക തന്നെയായിരിക്കും നങ്ങ്യാരമ്മയായിട്ട് വന്നിരിക്കുന്നത്. ഈ നങ്ങ്യാരമ്മയായി വരുന്നത് ഒരു വിദ്യാർത്ഥി ആയാൽ തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. ഈ നങ്ങ്യാരമ്മ ചെയ്യുന്ന ആ താളം പിടിക്കലും ആ ശ്ലോകം ചൊല്ലലും വേണമെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അടിസ്ഥാനമായൊരു താളത്തിൽ മാത്രം പോവുകയും അടിസ്ഥാനമായ ശ്ലോകം ചൊല്ലലും മാത്രമേ ഇതിനകത്തുള്ളൂ. പിൻപാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ നങ്ങ്യാരമ്മയായിട്ട് ഈ വിദ്യാർത്ഥികളെ തന്നെ പഠിപ്പിച്ച് ഇരുത്തുമ്പോൾ ഒരു കുട്ടിക്കും കൂടെ അല്ലേ അവസരം കിട്ടുക, ഗ്രേസ് മാർക്ക് കിട്ടുക? ഗ്രേസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വളരെയേറെ അവരുടെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സംഭവമാണ്. ഒരാൾ ഒഴിവാക്കിയാൽ അതിനെപ്പറ്റി എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ അതുകൊണ്ടൊരു കുട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് എന്നതിൽ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നല്ലതാണ്. കലയെ ആദരവോടും ബഹുമാനത്തോടും കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് അതൊരു കലാപ്രകടനമാകുന്നത്. ആരോഗ്യപരമായ മത്സരങ്ങൾ അനിവാര്യമാണ്, അതുപോലെ തന്നെ നല്ല മാറ്റങ്ങളും. ഈ കലോത്സവം അതിൻ്റേതാവട്ടെ. ക്യാമറമാൻ മനോജ് മാനശ്ശേരിക്കൊപ്പം സ്നേഹമോൽ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.